ഞാനിപ്പോൾ നിങ്ങളുടെ മുമ്പിരിക്കുന്നത് ഏകദേശം ഒരു 1200 ബുക്സും കൊണ്ടാണ്. ഞാൻ പറഞ്ഞു വരുന്നത് ഇതിനെ പറ്റിയിട്ടാണ്. ആമസോൺ കിൻഡിൽ. നിങ്ങളിപ്പോൾ ഒരുപാട് ബുക്സ് വായിക്കുന്ന ഒരാളാണ്, അല്ലെങ്കിൽ കൂടുതൽ ബുക്സ് വായിക്കാൻ താല്പര്യപ്പെടുന്ന ഒരാളാണ് എങ്കിൽ നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ടൂളാണ് കിൻഡിൽ എന്ന് പറയുന്ന ഡിവൈസ്. അപ്പോൾ നിങ്ങൾ ചോദിക്കാം, ഇതിപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഫോണിനകത്ത് ഈ പറഞ്ഞ പോലെ എത്ര ബുക്സ് ആണെങ്കിലും ഡൗൺലോഡ് ചെയ്തുകൂടെ, ഈ ബുക്സൊക്കെ അല്ലെങ്കിൽ PDF ഒക്കെ ഡൗൺലോഡ് ചെയ്തുകൂടെ? ഇതിപ്പോൾ നമ്മളെന്താണ് കിൻഡിൽ സ്പെസിഫിക് ആയിട്ട് വാങ്ങുന്നത്? സോ ഈ വീഡിയോയിൽ നമ്മൾ ആക്ച്വലി പറയാൻ പോകുന്നത് ഇതിനെ പറ്റിയിട്ടാണ്. കിൻഡിൽ ഡിവൈസ് എന്താണ്, ഇതിൻ്റെ ബെനിഫിറ്റ്സ് എന്താണ്, ഇതിൻ്റെ നല്ല ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്, ഇതിൻ്റെ കോൺസ് എന്തൊക്കെയാണ്. ഇത് 2018 മോഡലാണ്, ബേസിക് വേർഷനാണ്. അപ്പോൾ ഞാനിതിൽ എനിക്ക് നല്ലതെന്ന് തോന്നിയ കുറച്ച് ഫീച്ചേഴ്സ് ഞാനിതൊന്ന് ഡെമോൺസ്ട്രേറ്റ് ചെയ്യുന്നുണ്ടാവും. നിങ്ങൾക്ക് ഈ വീഡിയോ ഫുള്ള് കാണാൻ ടൈമില്ലെങ്കിൽ, നിങ്ങൾക്ക് ഓൾറെഡി കിൻഡിലിനെ പറ്റി അത്യാവശ്യം കാര്യങ്ങളൊക്കെ അറിയാവുന്ന ഒരാളാണെങ്കിൽ, നിങ്ങളുടെ ക്വസ്റ്റ്യൻ കിൻഡിൽ നിങ്ങൾ വാങ്ങണോ എന്നുള്ളതാണെങ്കിൽ, അത് ചുരുങ്ങിയ വേർഡ്സിൽ പറയുകയാണെങ്കിൽ, നിങ്ങളിപ്പം വായിക്കുന്നതിനേക്കാളും കൂടുതൽ ബുക്സ് വായിക്കാനാണെങ്കിലും, അല്ല നിങ്ങളിപ്പോൾ കറൻ്റ്ലി ബുക്സൊന്നും വായിക്കുന്നില്ല, ബട്ട് നിങ്ങൾക്ക് ഒരു റീഡിങ് ഹാബിറ്റ് ഡെവലപ്പ് ചെയ്യാൻ ഇൻട്രസ്റ്റ് ഉണ്ട്, അങ്ങനെയുള്ള ഒരാളാണെങ്കിലും കിൻഡിൽ വാങ്ങുന്ന ഒരു നല്ല ഇൻവെസ്റ്റ്മെൻറ്റാണ്. ഇനി ആരാണ് കിൻഡിൽ വാങ്ങേണ്ടാത്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സപ്പോസ് നിങ്ങൾക്ക് കുറച്ച് മൾട്ടിമീഡിയ കൺസംഷനും കൂടെ വേണ്ടിയിട്ടാണ് നിങ്ങൾക്കൊരു ഡിവൈസ്, ഒരു ഹാൻഡ് ഹെൽഡ് ഡിവൈസ് നിങ്ങൾക്ക് വേണ്ടത്. ലൈക്ക് നിങ്ങൾക്ക് കുറച്ച് യൂട്യൂബ് കാണണം, അല്ലെങ്കിൽ ബ്രൗസിങ് ചെയ്യണം, സോഷ്യൽ മീഡിയ, അങ്ങനെയൊക്കെയുള്ളൊരു ഓൾറൗണ്ട് യൂസിനാണെങ്കിൽ നിങ്ങൾ കിൻഡിൽ വാങ്ങരുത്. ബിക്കോസ് ഇതിനകത്ത് വീഡിയോസ് ഒന്നും പ്ലേ ചെയ്യാൻ പറ്റില്ല എന്ന് ഞാൻ പറയത്തില്ല, പക്ഷേ പറ്റില്ല. അതിനെപ്പറ്റി ഞാൻ മുമ്പോട്ട് പോകുമ്പോൾ പറയാം. അങ്ങനെയുള്ള ഒരാളാണെങ്കിൽ നിങ്ങൾ കിൻഡിൽ വാങ്ങരുത്. ഓക്കെ, സോ അപ്പോൾ നമുക്ക് ഫുൾ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ കിൻഡിൽ എന്ന് പറയുന്നത് ഒരു റീഡറാണ്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു റീഡിങ് പേർപ്പസിന് വേണ്ടിയിട്ട് സ്പെസിഫിക്കലി ഉണ്ടാക്കിയേക്കുന്ന ഒരു ഡിവൈസാണ്. ഇതിൽ യൂസ് ചെയ്തേക്കുന്നത് ഇങ്ക് എന്ന് പറയുന്ന ഒരു ടെക്നോളജിയാണ്, ഇലക്ട്രോണിക് ഇങ്ക്. അത് ആമസോൺ പേറ്റൻറ്റ് ചെയ്തിരിക്കുന്ന ഒരു ടെക്നോളജിയാണ്. അതിൻ്റെ ഒരു ഡിഫറൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഇപ്പോൾ ഫോണൊക്കെ ആണെങ്കിൽ, അല്ലെങ്കിൽ മോണിറ്ററൊക്കെ ആണെങ്കിൽ, അതെല്ലാം ബാക്ക്ലിറ്റ് ഡിസ്പ്ലേസ് ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഫോണിലും കമ്പ്യൂട്ടർ സ്ക്രീനിലും ഒക്കെ നമ്മുടെ കണ്ണിലോട്ട് ഒരു ലൈറ്റ് ബീം അടിക്കുകയാണ്. അങ്ങനെയാണ് നമ്മളതിലെ ക്യാരക്ടേഴ്സ്, ടെക്സ്റ്റ് ആണെങ്കിലും ഇമേജസ് ആണെങ്കിലും ഒക്കെ നമ്മൾ കാണുന്നത്. കിൻഡിലെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ഒരു ബാക്ക്ലിറ്റ് ഡിസ്പ്ലേ അല്ല. ഇന്ത്യയിലിപ്പോൾ കിൻഡിലിൻ്റെ 3 വേരിയൻസാണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഞാനതിൽ 2 വേരിയൻസിനെ പറ്റിയിട്ടാണ് ഇവിടെ പറയാൻ പോകുന്നത്. ഒന്നെന്ന് പറയുന്നത് ബേസിക് വേർഷൻ, എൻ്റെ കയ്യിരിക്കുന്നത് ബേസിക് വേർഷനാണ്. രണ്ടാമത്തേന്ന് പറയുന്നത് കിൻഡിൽ പേപ്പർ വെയ്റ്റ്. പിന്നെ ഉള്ളത് കിൻഡിൽ ഒയാസിസ് ആണ്. അതിപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള മോഡൽ ലോഞ്ച് ചെയ്തേക്കുന്നത് 2016 മറ്റുമാണ്. മാത്രമല്ല ആമസോൺ ആ മോഡൽ ഡിസ്കണ്ടിന്യൂ ചെയ്യുന്നതായിട്ടാണ് റൂമേഴ്സ് വരുന്നത്. 4ാമത് ഒരു മോഡൽ ആക്ച്വലി ആമസോൺ ലോഞ്ച് ചെയ്തിട്ടുണ്ട്, കിൻഡിൽ സ്ക്രൈബ് എന്ന് പറഞ്ഞിട്ട്. അതിൽ റീഡിങ്ങിന് പുറമെ നമുക്ക് റൈറ്റിങ്ങും കൂടെ ചെയ്യാൻ പറ്റുന്ന ഒരു പുതിയ ജനറേഷൻ കിൻഡിലാണത്. പക്ഷേ Amazon.in നമുക്കത് വാങ്ങിക്കാൻ പറ്റില്ല. ഓക്കെ, സോ ഫസ്റ്റ് മോഡൽ ബേസിക് കിൻഡിൽ 2022 ബേസിക് വേരിയൻ്റ് ഓഫ് കിൻഡിൽ ഇപ്പോഴത്തെ വേർഷൻ ലോഞ്ച് ചെയ്തേക്കുന്നത്. ഇതെന്ന് പറയുന്നത് 11th ജനറേഷനാണ്. അപ്പോൾ പ്രൈസ് ആദ്യമേ പറയാം,
10,000 ആണ് Amazon.in ബേസിക് കിൻഡിലിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത്. ഇതിപ്പോൾ നിങ്ങൾ സെയിലിന് ഏതെങ്കിലും സെയിലിന് വാങ്ങുകയാണെങ്കിൽ ഐ തിങ്ക് നിങ്ങൾക്കിതൊരു 8,000 കിട്ടുമായിരിക്കും. ഇതൊരു 6-inch ഡിസ്പ്ലേ ആണ്, 300 ppi പിക്സൽ ഡെൻസിറ്റി, 16 GB ആണ് ഇതിൻ്റെ സ്റ്റോറേജ് കപ്പാസിറ്റി. ഈ സ്റ്റോറേജ് കപ്പാസിറ്റി 16 GB എന്ന് പറയുമ്പോൾ നമ്മൾ ഒരിക്കലും ഫോണിന് വെച്ചിട്ട് അത് കമ്പയർ ചെയ്യരുത്. എൻ്റെ ഇരിക്കുന്ന കിൻഡിലിൻ്റെ സ്റ്റോറേജ് കപ്പാസിറ്റി എന്ന് പറയുന്നത് 4 GB ആണ്. അതിലെ OS ഓപ്പറേറ്റിംഗ് സിസ്റ്റം തന്നെ ഒരു 1.2 GB മറ്റോ കൺസ്യൂം ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് യൂസബിളായിട്ടുള്ള സ്റ്റോറേജ് എന്ന് പറയുന്നത് എൻ്റെ കിൻഡിലിൽ അറൗണ്ട് 3 GB ആണ്. അപ്പോൾ എന്നിട്ട് തന്നെ ഞാൻ പറയാമല്ലോ ഓവർ 1,200 ബുക്സ് അതിനകത്തുണ്ട്. പിന്നെ അതിൽ ഐ തിങ്ക് ഒരു 50% സ്റ്റോറേജ് സ്പേസേ ഞാൻ യൂസ് ചെയ്തിട്ടുള്ളൂ. 50% അവൈലബിൾ സ്റ്റോറേജ് സ്പേസേ ഞാൻ യൂസ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്ന 60 GB എന്ന് പറയുന്നത് മോർ ദാൻ സഫിഷ്യൻ്റ് ആണ്. പിന്നെ സ്ക്രീൻ ക്വാളിറ്റി 300 ppi, ഇതൊരിക്കലും സ്മാർട്ട് ഫോണിൻ്റെ പിക്സൽ ഡെൻസിറ്റി ആയിട്ട് കമ്പയർ ചെയ്യരുത്. എൻ്റെ ഇരിക്കുന്ന 2018 മോഡലിൻ്റെ പിക്സൽ ഡെൻസിറ്റി എന്ന് പറയുന്നത് ഐ തിങ്ക് 160 180 കണ്ടാണ്. ഞാൻ ഫീച്ചേഴ്സ് ഡെമോൺസ്ട്രേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അത് കംപ്ലീറ്റ്ലി മോർ ദാൻ സഫിഷ്യൻ്റ് ആണ്. നിങ്ങളൊരു 50% ബ്രൈറ്റ്നെസ്സിലാണ് കിൻഡിൽ യൂസ് ചെയ്യുന്നതെങ്കിൽ ഇതൊരു 6 weeks ലാസ്റ്റ് ചെയ്യുമെന്നാണ് ആമസോൺ ക്ലെയിം ചെയ്യുന്നത്. പക്ഷേ അത് എന്ത് ബാക്കി ക്രൈറ്റീരിയൻസ് എന്തൊക്കെയാണ്, നിങ്ങൾ ഡെയിലി എത്ര അവേഴ്സാണ് റീഡിങ് എന്നുള്ളതിനെ പറ്റിയൊക്കെ ഐ തിങ്ക് ഡെയിലി 1 hour റീഡിങ്ങിനോ മറ്റോ ആണ് ആമസോൺ അത് ക്ലെയിം ചെയ്യുന്നത്. പക്ഷേ പേഴ്സണൽ യൂസ് ചെയ്യുന്ന ഞാൻ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ അത്യാവശ്യം ഡെയിലി വായിക്കുന്ന ഒരു 1 hour 2 hour ഒക്കെ വായിക്കുന്ന ഒരാളാണെങ്കിൽ ഐ തിങ്ക് വൺസ് ഇൻ എ വീക്കോ വൺസ് ഇൻ 2 weeks ഒക്കെ ആയിരിക്കും നിങ്ങൾക്ക് ചാർജ് ചെയ്യേണ്ടി വരിക. അതൊരു വലിയ ഇഷ്യൂ ആയിരിക്കത്തില്ല. ഇനി രണ്ടാമത്തെ വേർഷൻ എന്ന് പറയുന്നത് കിൻഡിൽ പേപ്പർ വൈറ്റ്. ഇതും 11th generation കിൻഡിൽ പേപ്പർ വൈറ്റ് തന്നെയാണ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത്. ഇതും ഐ തിങ്ക് 2022 തന്നെയാണ് ലോഞ്ച് ചെയ്തതെന്ന് തോന്നുന്നു. കിൻഡിൽ എന്ന് പറയുമ്പോൾ ഇങ്ങനെ എല്ലാ വർഷവും അവർ മോഡൽസ് അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കത്തൊന്നുമില്ല. വൺസ് ഇൻ 4 years ഒക്കെയാണ് പുതിയ മോഡൽസ് ലോഞ്ച് ചെയ്യുക. അപ്പോൾ ഈ 2022 മോഡലെന്ന് കേട്ടിട്ട് ഒന്നും വിചാരിക്കേണ്ട ആവശ്യമില്ല. അല്ലെങ്കിൽ പുതിയ മോഡൽ ലോഞ്ച് ചെയ്യുന്നവരെ വെയിറ്റ് ചെയ്യുന്നത് കൊണ്ട് പ്രത്യേകിച്ച് ഉപയോഗമൊന്നുമില്ല. ഞാൻ പറഞ്ഞല്ലോ ഞാൻ യൂസ് ചെയ്യുന്ന 2018 മോഡലാണ്. ഞാനത് 2019 വാങ്ങിച്ചത്. അപ്പോൾ കിൻഡിൽ പേപ്പർ വൈറ്റ് ഡിസ്പ്ലേ 6.8 inch ആണ്. ബേസിക് കിൻഡിലിൻ്റെ 6 inch ആയിരുന്നു, ഒരു 6.8 inch ആണ്. പിന്നെ ഇതിൻ്റെ സ്ക്രീൻ റെസൊല്യൂഷൻ എന്ന് പറയുന്നത് 300 ppi ആണ്. അത് കേൾക്കുമ്പോൾ നമുക്ക് ബെറ്റർ ആയിട്ടാണ് തോന്നുന്നതെങ്കിലും ആക്ച്വൽ യൂസിൽ നോട്ടീസബിൾ ആയിട്ടുള്ള ഒരു ഡിഫറൻസ് ഞാൻ കണ്ടിട്ടില്ല. പക്ഷേ പേപ്പർ വൈറ്റിൻ്റെ 2 അഡ്വാൻറ്റേജസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പേപ്പർ വൈറ്റിൽ നമുക്ക് ബ്ലൂ ലൈറ്റ് ഫിൽറ്റർ ഇല്ലേ, അതേപോലൊരു ഫീച്ചർ പേപ്പർ വൈറ്റിൽ അവൈലബിൾ ആണ്. അപ്പോൾ നൈറ്റ് റീഡിങ്ങിനൊക്കെ അത് കുറച്ചുകൂടെ നല്ലതായിരിക്കും. പിന്നെ കിൻഡിൽ പേപ്പർ വൈറ്റ് IPX8 വാട്ടർ റെസിസ്റ്റൻ്റ് ആണ്, സ്പ്ലാഷ് പ്രൂഫാണ്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ പേപ്പർ വൈറ്റിൽ 6.8 inch ഡിസ്പ്ലേ ആണ് വരുന്നത്. അതുകൊണ്ട് നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ടെക്സ്റ്റ് ബുക്സ് എന്നാണ് കിൻഡിൽ വായിക്കണമെന്ന് തോന്നുകയാണെങ്കിൽ പേപ്പർ വൈറ്റ് ആയിരിക്കും കുറച്ചുകൂടെ ബെറ്റർ. അപ്പോൾ നമുക്ക് കിൻഡിലിൻ്റെ ബെനിഫിറ്റ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഞാൻ ആദ്യം പറഞ്ഞല്ലോ കിൻഡിൽ നമുക്ക് അറ്റ് എ ടൈം ഒരുപാട് ബുക്സ് നമുക്ക് കൊണ്ടു നടക്കാൻ പറ്റും. പിന്നെ ഇത് ഫോണിൻ്റെയോ അല്ലെങ്കിൽ ലാപ്ടോപ്പിൻ്റെയോ ഡിസ്പ്ലേ പോലെ നമുക്ക് കണ്ണിന് സ്ട്രെയിൻ ഉണ്ടാകത്തില്ല ഇതിൻ്റെ സ്പെഷ്യൽ ഇങ്ക് ടെക്നോളജി ഉള്ളതുകൊണ്ട് തന്നെ. പിന്നെ നിങ്ങൾ നൈറ്റൊക്കെ റീഡ് ചെയ്യുകയാണെങ്കിൽ റൂമിൽ നിങ്ങൾക്ക് ലൈറ്റ് ഓണാക്കാതെ റൂമിൽ വേറെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ ഡിസ്റ്റർബ് ചെയ്യാതെ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ റീഡിങ് ചെയ്യാൻ പറ്റും. കണ്ണിന് സ്ട്രെയിനും ഒഴിവാക്കാൻ പറ്റും. പിന്നെ നിങ്ങൾ ഒരുപാട് ബുക്സൊക്കെ വായിക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് ആക്ച്വലി കിൻഡിൽ യൂസ് ചെയ്യുമ്പോൾ കുറച്ച് ക്യാഷ് സേവ് ചെയ്യാൻ പറ്റും. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫിസിക്കൽ ബുക്സിനേക്കാളും ഒരു 30 to 40% താഴെ ആയിരിക്കും എപ്പോഴും കിൻഡിൽ ബുക്സിൻ്റെ പ്രൈസ്. പിന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിൽ ഫ്രീ ബുക്സ് ബുക്സോ PDFs ഒക്കെ നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ നിങ്ങൾക്കത് കിൻഡിലോട്ട് സെൻഡ് ചെയ്തിട്ട് നിങ്ങൾക്കത് വായിക്കാൻ പറ്റും. നിങ്ങളിപ്പോൾ ഒരുപാട് ട്രാവലൊക്കെ ചെയ്യുന്ന ഒരാളാണെങ്കിൽ
നിങ്ങൾ വർക്ക് ചെയ്യുന്ന സ്ഥലത്തു നിന്ന് വീട്ടിലേക്കോ അല്ലെങ്കിൽ പഠിക്കുന്ന സ്ഥലത്തു നിന്ന് വീട്ടിലേക്കോ പോകുന്ന ആളാണെങ്കിൽ നിങ്ങൾക്ക് ആ ടൈം കുറച്ചുകൂടെ പ്രൊഡക്റ്റീവായിട്ട് യൂസ് ചെയ്യണമെങ്കിൽ കിൻഡിലുണ്ടെങ്കിൽ ഒരു ഹാഫ് ആൻ അവറോ 1 hour ഒക്കെ നിങ്ങൾക്ക് റീഡിങ്ങിന് സ്പെൻഡ് ചെയ്യാം. പക്ഷേ നിങ്ങൾ ഫിസിക്കൽ ബുക്സാണ് നിങ്ങൾ യൂസ് ചെയ്യുന്നതെങ്കിൽ അത് കൂടെ കൊണ്ടു നടക്കുന്ന അത്ര കംഫർട്ടബിൾ ആയിരിക്കത്തില്ല. ഇനി നിങ്ങൾ ഇപ്പോൾ ഡെയിലി ഓഫീസിലേക്കുള്ള കമ്മ്യൂട്ടോ അല്ലെങ്കിൽ സ്കൂളിലേക്കോ കോളേജിലേക്കുള്ള കമ്മ്യൂട്ടിനിടയിൽ നിങ്ങൾ ഇതേപോലെ പ്രൊഡക്റ്റീവായിട്ട് നിങ്ങൾക്ക് ടൈം കുറച്ച് സ്പെൻഡ് ചെയ്യണമെങ്കിൽ ആക്ച്വലി ആമസോണിൻ്റെ തന്നെ ഓഡിബിൾ എന്ന് പറയുന്നൊരു ആപ്ലിക്കേഷൻ ഉണ്ട്. ഇത് ഓഡിയോ ബുക്സിൻ്റെ ഒരു ആപ്ലിക്കേഷനാണ്. സോ ഞാൻ മറ്റൊരു വീഡിയോ ഞാൻ അതിനെപ്പറ്റി ചെയ്യാമെന്ന് പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെയുള്ള വീഡിയോസ് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ. പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഫിസിക്കൽ ബുക്സ് കിട്ടാത്ത ഒരുപാട് ഫീച്ചേഴ്സ് കിൻഡിൽ അവൈലബിൾ ആണ്. ഞാനത് നിങ്ങൾക്ക് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കുറച്ച് ഫീച്ചേഴ്സ് ജസ്റ്റ് ഒന്ന് ഡെമോൺസ്ട്രേറ്റ് ചെയ്യാം. ഇതിപ്പോൾ എൻ്റെ കിൻഡിലാണ് നിങ്ങളുടെ മുമ്പിൽ ഉള്ളത്. ഇതിലിപ്പോൾ നമ്മൾ ലാസ്റ്റ് വായിച്ച് നിർത്തിയ ബുക്കിൻ്റെ കവർ പേജ് ഏതായിരിക്കുമോ അതായിരിക്കും കിൻഡിൽ നമ്മൾ സ്ക്രീൻ ഓഫ് ആക്കി കഴിയുമ്പോൾ സ്ക്രീൻ സേവറായിട്ട് കിടക്കാം. ഓക്കെ. സോ ഇത് നീൽ സ്റ്റീവൻസൻ്റെ സ്നോ ക്രാഷ് എന്ന് പറയുന്നൊരു സൈഫൈ നോവലാണ്. സോ ഇതിൻ്റെ താഴെയാണ് ഇതിൻ്റെ പവർ ബട്ടൺ. നമ്മൾ ജസ്റ്റ് ഓണാക്കാം. ഇതിപ്പോൾ ഞാൻ ലൈബ്രറി വ്യൂവിലാണ് ഞാനിപ്പോൾ വായിച്ചുകൊണ്ടിരിക്കുന്ന ബുക്സൊക്കെ ഇവിടെ നമുക്ക് കാണാം. ഓക്കെ. സോ ലാസ്റ്റ് വായിച്ച് ചേർത്തിയത് സ്നോ ക്രാഷാണ്. സോ നമുക്ക് ജസ്റ്റ് ഇതിലൊരു ബുക്ക് എടുത്തിട്ട് ഇതിലുള്ള ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇതിപ്പോൾ ഹൗ ടു ലൈവ് വിത്ത് സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയുന്നൊരു ബുക്കാണ് ഞാൻ ഓപ്പൺ ചെയ്തത്. ഇതിൽ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ഫീച്ചർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വായിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ നമുക്കൊരു വേർഡിൻ്റെ മീനിങ് അറിയില്ല എന്ന് വെച്ചോ. ഇപ്പോൾ ഫിസിക്കൽ ബുക്സ് ആണെങ്കിൽ നമ്മൾ ഉടനെ ഫോണെടുത്ത് അതിൻ്റെ മീനിങ് നോക്കേണ്ടി വരും. അത് നമ്മുടെ റീഡിങ് എക്സ്പീരിയൻസിനെ ഇൻ്റർഫിയർ ചെയ്യും. മാത്രമല്ല നമ്മൾ ഫോൺ എടുക്കുമ്പോഴായിരിക്കും ഏതെങ്കിലും നോട്ടിഫിക്കേഷൻസോ എന്തെങ്കിലും കണ്ട് പിന്നെ നമ്മൾ അതിൻ്റെ പുറകെ പോകണം. നമുക്കിപ്പോൾ ഇതിലൊരു വേർഡിൻ്റെ മീനിങ് അറിയില്ലെങ്കിൽ നമ്മൾ ജസ്റ്റ് അതൊന്ന് ലോങ് ടാപ്പ് ചെയ്താൽ മതി. അപ്പം തന്നെ ആ വേർഡിൻ്റെ മീനിങ് പോപ്പപ്പ് ചെയ്യും. പിന്നെ നിങ്ങൾ വായിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ വളരെ ഇൻസൈറ്റ്ഫുൾ ആയിട്ടുള്ള ഏതെങ്കിലും ഒരു കാര്യം കണ്ടെന്ന് വെച്ചാൽ അപ്പം നിങ്ങൾക്ക് ആ ഒരു സെക്ഷൻ ഹൈലൈറ്റ് ചെയ്യണമെങ്കിൽ ലോങ് ടാപ്പ് ചെയ്തിട്ട് ഡ്രാഗ് ചെയ്താൽ മതി. അപ്പോൾ അത് ആ സെക്ഷൻ ഹൈലൈറ്റഡ് ആവും. അത് ഡിലീറ്റ് ചെയ്ത് കളയണമെങ്കിൽ വീണ്ടും ലോങ് ടാപ്പ് ചെയ്യുക, ഡിലീറ്റ് ചെയ്യുക. ഞാനത് വളരെയധികം യൂസ് ചെയ്യുന്നൊരു ഫീച്ചറാണ്. പിന്നെ ആക്ച്വലി നിങ്ങൾക്കിതിൽ ഫോണ്ട് ചേഞ്ച് ചെയ്യാം. ഇപ്പം നിങ്ങൾക്കിതിൽ ഡീഫോൾട്ട് ഫോണ്ട് ഇഷ്ടമല്ലെങ്കിൽ മറ്റൊരു ലുക്കാണ് എനിക്ക് ഇഷ്ടമെങ്കിൽ നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ചുള്ള ഒരു ഫോണ്ട് നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. പിന്നെ നിങ്ങൾ ഈ ഹൈലൈറ്റ് ചെയ്ത സെക്ഷൻസൊക്കെ നിങ്ങൾക്ക് ആക്സസ് ചെയ്യണമെങ്കിൽ അതിവിടെ ഉണ്ടാവും. ഇവിടെ നോട്ട്സ് ആൻഡ് ഹൈലൈറ്റ്സ് എന്ന് പറയുന്ന സെക്ഷനിൽ നിങ്ങൾ ഹൈലൈറ്റ് ചെയ്തതെല്ലാം ഇവിടെ ഉണ്ടാവും. പിന്നെ നിങ്ങളിതിനകത്ത് മീനിങ് ചെക്ക് ചെയ്ത വേർഡ്സ് എല്ലാം നിങ്ങൾക്ക് കിൻഡിൽ ആപ്പ് ഉണ്ട്, അതിനകത്ത് നിന്ന് നിങ്ങൾക്ക് ആക്സസ് ചെയ്യാൻ പറ്റും. സോ നിങ്ങൾക്ക് അറിയാൻ പറ്റും ഏതൊക്കെ വേർഡ്സിൻ്റെ മീനിങ് ആണ് നിങ്ങൾ ചെക്ക് ചെയ്തത്, എന്ത് കോണ്ടെക്സ്റ്റിലാണ് നിങ്ങളത് ചെക്ക് ചെയ്തതെന്നൊക്കെ. സോ അത് പുതിയ വേർഡ്സ് പഠിക്കാൻ ആക്ച്വലി ഹെൽപ്പ് ചെയ്യും. സോ ഇതൊക്കെയാണ് കിൻഡിലുള്ളതും നമ്മുടെ ഫിസിക്കൽ ബുക്സിലില്ലാത്തതായിട്ടുള്ള എനിക്കിഷ്ടപ്പെട്ട കുറച്ച് ഫീച്ചേഴ്സ്. കിൻഡിലിൻ്റെ കോൺസ് എന്ന് പറയാൻ പറ്റുന്ന കാര്യങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് ഇതിൻ്റെ ഡിസ്പ്ലേ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണ്. ഈ ഇങ്ക് ടെക്നോളജിയിൽ കളർ ഡിസ്പ്ലേസ് ഇപ്പോഴും സ്റ്റിൽ അണ്ടർ ഡെവലപ്മെൻ്റ് ആണ്. പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ലൈബ്രറിയിൽ നിന്നൊക്കെ ബുക്സ് പറയുന്നത് വെച്ചിട്ടോ
അല്ലെങ്കിൽ സെക്കൻഡ് ഹാൻഡ് ബുക്സൊക്കെ വാങ്ങുന്നത് വെച്ചിട്ടൊക്കെ കമ്പയർ ചെയ്യുവാണെങ്കിൽ കിൻഡിൽ കുറച്ച് എക്സ്പെൻസീവ് ആണ്. പിന്നെ ഇതിൽ നമുക്ക് യൂട്യൂബ് പ്ലേ ചെയ്യാൻ പറ്റില്ലെന്നോ അല്ലെങ്കിൽ മറ്റ് മൾട്ടിമീഡിയ ഫീച്ചേഴ്സൊന്നും യൂസ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളത് അത് ആക്ച്വലി ഒരു കോണല്ല. അതിതിൻ്റെ ഒരുതരം ഫീച്ചർ തന്നെയാണ്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അൺനെസസറി ആയിട്ടുള്ള ഡിസ്ട്രാക്ഷൻസോ ഒന്നും കിൻഡിൽ യൂസ് ചെയ്ത് വായിക്കുമ്പോൾ ഉണ്ടാകത്തില്ല. പക്ഷെ നമ്മൾ ഫോണിലൊക്കെയാണ് വായിക്കുന്നതെങ്കിൽ നമുക്കിങ്ങനെ ഡിസ്ട്രാക്റ്റിംഗ് ആയിട്ടുള്ള മെസ്സേജസോ നോട്ടിഫിക്കേഷൻസോ ഒക്കെ വരാമല്ലോ. അപ്പോൾ കൺക്ലൂഡ് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ റീഡിങ് ഹാബിറ്റ് നിങ്ങൾക്ക് അടുത്ത ലെവലിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് നല്ലൊരു ടൂളാണ് ആമസോൺ കിൻഡിൽ. ആമസോൺ കിൻഡിൽ എന്നല്ല, ഇപ്പോൾ വേറെ ഏതൊരു കോബോയുടെ ഇ റീഡേഴ്സ് ഉണ്ട്. പക്ഷേ എനിക്ക് തോന്നുന്നു കിൻഡിൽ തന്നെയാണ് ഇപ്പോൾ മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ളതിൽ നല്ല ഇ റീഡർ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.